എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തലയും വാലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് നാളികേരമാണ്. ഞാൻ ചെമ്മീനും നാളികേരവും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും പല രീതിയിലാണ് ചെമ്മീൻ ചിലവർ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാനിപ്പോൾ സെയിം അളവിൽ തന്നെയാണ് എടുക്കണത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 വറ്റൽമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ മുളക് ഇപ്പോൾ സൈസ് കാണുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല എരിവുണ്ട് ഇതിന്, അതാണ് ഞാൻ 5 എണ്ണം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എരിവ് കുറവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ഞാൻ ഈ ചെമ്മീൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിലത്തെ വെള്ളം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് പോട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചെമ്മീൻ എടുത്ത് ഇങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കണത്. ഈ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുവരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചെമ്മീൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങി, ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചിളക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാലും, അതായത് കരിഞ്ഞൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും ചെമ്മീൻ ചമ്മന്തി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണത് നിർത്തണം. അതുപോലെ ചെമ്മീൻ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആവും വേണം. ഈ സ്റ്റേജിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെമ്മീൻ എടുക്കുക, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒടിക്കുക. ഒടിച്ചിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിക്കാൻ പറ്റും നമുക്ക്. ആ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഈ വറ്റൽമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് മതി. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കറുത്ത കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. അതിന് മുമ്പേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ചെമ്മീനും ഉണക്കമുളക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയുടെ ചെറിയ കഷ്ണവും ചേർക്കാം. ഞാനിതൊന്ന് മുറിച്ചിടുന്നുണ്ട്. ഇനി ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം ക്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇപ്പം ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പിടുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് വീണ്ടും നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ചിലവരൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുള്ളൂ, ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കില്ല. ഇതിപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെയല്ല അരഞ്ഞിരിക്കുന്നത്, എന്നാലും നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമല്ലല്ലോ അരച്ചു കൊടുക്കണത്, ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. നമ്മൾ ചമ്മന്തിയിലേക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. വേറെ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിപ്പോൾ ഏത് ചമ്മന്തിയാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എനിക്കെല്ലാം ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ആവശ്യത്തിന് പുളിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, ചെമ്മീൻ്റെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.